ഹായ്, ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു മാച്ചിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മാച്ചിങ് ക്വസ്റ്റ്യൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി കുറേ കാൽക്കുലസിലെ പ്രോബ്ലംസ് തന്നിരിക്കുകയാണ്. പക്ഷേ ആക്ച്വലി ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ജസ്റ്റ് ബേസിക് കോൺസെപ്റ്റുകൾ ടെസ്റ്റ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല നമുക്ക്. അപ്പോൾ ആദ്യം അവർ പറഞ്ഞത് n നാച്ചുറൽ നമ്പർ ആണ്, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ദ മിനിമം വാല്യൂ ഓഫ് n ഫോർ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ഒരു ക്യൂബിക് ബൈ n ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ തന്നിരിക്കുകയാണ്. ഇസ് കണ്ടിന്യൂസ് ഓൺ ദി ക്ലോസ്ഡ് ഇന്റർവൽ 1,2. ക്ലോസ് ഇന്റർവൽ നോട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഉള്ളിൽ ആ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു പോളിനോമിൽ നമ്മൾ വിളിക്കുകയാണ്. 10x³ മൈനസ് 45x² പിന്നെ പ്ലസ് 60x പ്ലസ് 35. ഈ സാധനത്തിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എടുത്തിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂസ് എങ്ങനെയാണെന്ന് നോക്കാം 1 നും 2 നും ഇടയിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിൻ്റെ ഉള്ളിൽ അഥവാ ഫ്ലോർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇൻറ്റിജർ വാല്യൂസ് വന്നാൽ അവിടെ എന്താവും ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇൻറ്റിജർ വാല്യൂസ് വരുന്നുണ്ടോ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, P' കണ്ടുപിടിച്ചു. P' എന്ന് പറഞ്ഞ സാധനം 30x² മൈനസ് 90x പ്ലസ് 60 എന്ന് കിട്ടും. സോ ദിസ് ഇസ് 30 ഇൻറ്റു x² മൈനസ് 3x പ്ലസ് 2 ആണ്. ലാഭമായല്ലോ, കാരണം ഇത് 30 ഇൻറ്റു x മൈനസ് 1 ഇൻറ്റു x മൈനസ് 2 ആണ്. ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്, കാരണം അതിൻ്റെ സ്റ്റേഷനറി പോയിന്റ്സ് 1 ഉം 2 ആണ്. P'(x) കണ്ടുപിടിക്കുക. P'(x) കണ്ടുപിടിക്കുമ്പോൾ 30 ഇൻറ്റു 2x മൈനസ് 3 ആണ്. അപ്പോൾ x ഇസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഡബിൾ ' നെഗറ്റീവ് വരുന്നത് അവിടെ മാക്സിമം ആണ്. അപ്പോൾ P(1) ആണ് മാക്സിമം വരുന്നത്. അതുപോലെ P(2) കൊടുക്കുമ്പോൾ അതെന്തായിരിക്കും, മിനിമം ആയിരിക്കും. ഈ വാല്യൂസ് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ റഫായിട്ട് ഞാൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. 0-ൽ ഫംഗ്ഷൻ്റെ വാല്യൂ P(0) എന്താ വരാൻ പോണത് 35 ആണ്. ആൻഡ് P(-∞) അത് നെഗറ്റീവ് ഇൻഫിനിറ്റി എന്നാണ് തുടങ്ങണം കേട്ടോ. -∞ തുടങ്ങിയത് എന്ത് ചെയ്തു 35 എത്തി വാല്യൂ. ആൻഡ് ഇനി P(1) എന്താ നോക്കാം. P(1) കൊടുക്കുമ്പോൾ നമുക്ക് -10 60 എന്ന് കിട്ടും. 60 ആണ് അതിൻ്റെ മാക്സിമം വാല്യൂ. അപ്പോൾ ഇത് 1 എത്തുമ്പോഴേക്കും ഒരു മാക്സിമം വാല്യൂയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. മാക്സിമം വാല്യൂയിലേക്ക് വന്നു 1-ൽ. ഓക്കെ, അതിൻ്റെ വാല്യൂ 60 ആണ്. ഇനി P(2) ആയിരിക്കുമല്ലോ അതിൻ്റെ മിനിമം വാല്യൂ. P(2) കൊടുക്കുമ്പോൾ അത് 80 മൈനസ് 180 പിന്നെ പ്ലസ് 120 പ്ലസ് 35, അപ്പോൾ 55 വരും. 55 ഇങ്ങനെയാണ് സംഭവം. ദിസ് ഇസ് 55 റൈറ്റ്. അപ്പം അവർ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ, ഫംഗ്ഷൻ്റെ ഈ ഒരു കഷ്ണം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇങ്ങനത്തെ ഒരു കഷ്ണം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 60-ൽ നിന്ന് 55-ലേക്ക് പോവാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇനി നമ്മൾ ആ ഫംഗ്ഷൻ എന്തായിട്ട് എടുക്കാമെന്നറിയോ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം. ഇയർ എഫ് ഓഫ് എക്സ് ഇസ് P(x)/n ആണ്. ഓക്കെ, ആൻഡ് P(x) ടേക്സ് വാല്യൂസ് ഫ്രം 55 to 60. ഇത് x is equal to 2-ലാണ് ഈ വാല്യൂ വരുന്നത്. ഇത് x is equal to 1-ലാണ് വാല്യൂ വരുന്നത്. ഇനി n നാച്ചുറൽ നമ്പേഴ്സാണ്. നമുക്കറിയാം n 1 കൊടുത്തു കഴിഞ്ഞാൽ 55 to 60 കുറേ ഇൻറ്റിജേഴ്സ് വാല്യൂ വരും, അവിടെയൊക്കെ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി n മിനിമം വാല്യൂ വേണം. ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ n നമ്മൾ ജസ്റ്റ് 1 കൊടുക്കുമ്പോൾ മനസ്സിലായി ഇടയിൽ ഇൻറ്റീരിയർ പോയിന്റ്സിലൊക്കെ ഡിസ്കണ്ടിന്യൂസ് ആണ്. n 2 കൊടുക്കുമ്പോൾ ഇടയിൽ ഇൻറ്റീരിയർ പോയിന്റ്സ് വരും, കാരണം ഇത് 27, 28, 29 ഒക്കെ ഇൻറ്റീരിയർ പോയിന്റ്സ് വരും. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ പോയിന്റ്സിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് വരും, ഇൻറ്റിജർ വരുന്ന പറയണം 1-നും 2-നും ഇടയിൽ. അപ്പോൾ 1-നും 2-നും ഇടയിൽ ഈ ഫംഗ്ഷൻ വാല്യൂ എങ്ങനെ വേരി ചെയ്യുക വെച്ചാൽ 55-നും 60-ക്കും ഇടയിലാണ്. അപ്പോൾ ഇവിടെ n 2 ആയി കഴിഞ്ഞാൽ ഇത് 27.5-നും 30-ക്കും ഇടയിലാണ്. അപ്പോൾ അവിടെ ഇടയിൽ എന്ത് വരുന്നുണ്ട്, ഇൻറ്റീജർ വാല്യൂസ് വരുന്നുണ്ട്. ആ ഇൻറ്റീരിയർ പോയിന്റ്സ് പറഞ്ഞാൽ 1-നും 2-നും ഇടയിലുള്ള ഇൻറ്റീരിയർ പോയിന്റ്സ്. അപ്പോൾ അവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അതേപോലെ നമ്മൾ 3 കൊടുക്കുന്നു. 3 കൊടുക്കുമ്പോഴും ഇതേ പ്രശ്നമുണ്ട്. ആൻഡ് 3 കൊടുക്കുമ്പോൾ 57 വരുന്നുണ്ടല്ലോ ഇടയിൽ. 4 കൊടുക്കുമ്പോൾ പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, 4 കൊടുക്കുമ്പോൾ ആക്ച്വലി 56 വരുന്നുണ്ട്, അത് പ്രശ്നമുണ്ട്. 5 കൊടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 5 കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കണം വെച്ചാൽ ഇൻറ്റീരിയർ പോയിന്റുകളിൽ, അതായത് 1-നും 2-ൻ്റെ ഇടയിൽ ഇൻറ്റീരിയർ പോയിന്റ്സുകളിലൊന്നും അതെന്ത് വരുന്നില്ല, അതിൻ്റെ ഇൻറ്റീജർ വാല്യൂസ് വരുന്നില്ല. ബൗണ്ടറിയിൽ അതിൻ്റെ വാല്യൂസ് n is equal to 5 ആകുമ്പോൾ ബൗണ്ടറിയിൽ ആ P(x)ൻ്റെ വാല്യൂസ് എന്തിനിടയിലായിരിക്കും, P(x)/n-ൻ്റെ വാല്യൂസ് മൈൻഡിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. 11-നും 12-നും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ 11-നും 12-നും ഇടയിലാണ് ഇതുള്ളത്. അപ്പോൾ ദിസ് ഹാപ്പൻസ് അറ്റ് x is equal to 1 ആൻഡ് ദിസ് ഹാപ്പൻസ് അറ്റ് x is equal to 2. അപ്പോൾ ഇനി ഇൻറ്റീരിയർ പോയിന്റുകളിലൊന്നും ഡിസ്കണ്ടിന്യൂറ്റികളില്ല, കാരണം ഇൻറ്റീരിയർ പോയിന്റ്സ് വരുന്നില്ല.
ഇനി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്താ സംഭവിക്കണേ നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 1 ഫംഗ്ഷന്റെ വാല്യൂ 12 ആ. 1ന്റെ റൈറ്റ് നൈബർഹുഡിലേക്ക് കടക്കുമ്പോഴേക്കും ഈ ഫംഗ്ഷൻ വാല്യൂ എന്താണ് 12ൽ നിന്ന് അതിനേക്കാൾ ചെറിയ വാല്യൂലേക്ക് പോയിട്ടുണ്ടാവും. 16 താഴെ പി ഓഫ് എക്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പി ഓഫ് എക്സ് ബൈ എൻ അല്ലെങ്കിൽ പി ഓഫ് എക്സ് ബൈ 5 എന്ന് പറഞ്ഞ സാധനം എന്താണ് 12ന് താഴത്തേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ 11 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 12ലാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ നിൽക്കണമെങ്കിൽ ഇവിടേക്ക് എത്തുമ്പോഴേക്കും അതെന്തായിട്ടുണ്ടാവും, അത് 11ലേക്ക് ചാടിയിട്ടുണ്ടാവും. അപ്പോൾ 1ൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ഓക്കെ, എന്നാൽ 2ൽ അങ്ങനത്തെ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല കേട്ടോ. 2ൽ പ്രശ്നമില്ല. ശ്രദ്ധിക്കണം, എൻ പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ വൺ സൈഡ് കണ്ടിന്യൂറ്റി മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 1ൽ എന്താ നമ്മൾ ചെയ്തത്, 1ൽ ഫംഗ്ഷന്റെ വാല്യൂ 12 ആയിരുന്നിരിക്കും. എന്നാൽ 1ന്റെ റൈറ്റ് നൈബർഹുഡ് കിടക്കുമ്പോഴേക്കും അതെന്തായി 11 ആയി. ഓക്കെ, ഇവിടെ 2ൽ നോക്കുക, 2ന്റെ ലെഫ്റ്റ് നൈബർഹുഡിൽ വാല്യൂ 11 ആണ്, ഇവിടെ എത്തുമ്പോൾ എന്താണ് 11 ആണ്. അപ്പോൾ 2ൽ ഡിസ്കണ്ടിന്യൂറ്റി ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇനി എൻ ഇസ് ഈക്വൽ ടു 5 കഴിഞ്ഞു. ഇനി എൻ ഇസ് ഈക്വൽ ടു 6ലേക്ക് വരാം. എൻ ഇസ് ഈക്വൽ ടു 6ലേക്ക് വരുമ്പോൾ നമ്മളുടെ ഇന്റീരിയർ പോയിന്റുകളൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇതാ പി ഓഫ് എക്സ് ബൈ 6ന്റെ വാല്യൂസ് വരാൻ പോകുന്നത് എന്തിനിടയിലായിരിക്കും, 55/6 മുതൽ 10 വരെയാണ്. 55/6 മുതൽ 10 വരെയാണ് വാല്യൂസ് വരാൻ പോകുന്നത്. അതായത് 9 പോയിന്റ് സംതിങ് മുതൽ കേട്ടോ, മേ ബി 9.1 എന്നോ 9.2 അങ്ങനെ വിളിക്കാം. അപ്രോക്സിമേറ്റ്ലി 9 പോയിന്റ് സംതിങ്, 9.1 to 10 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നോക്കിക്കേ, ദിസ് ഹാപ്പൻസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് ദിസ് ഹാപ്പൻസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഇതിൻ്റെ ഇടയിൽ ഇൻറ്റീജർ വാല്യൂസ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ആകെ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു 2ൽ എന്താണ്, അത് കണ്ടിന്യൂസ് ആ. എക്സ് ഇസ് ഈക്വൽ ടു 1നും 2നും ഇടയിലുള്ള ഇൻറ്റീരിയർ പോയിന്റ്സിലൊക്കെ കണ്ടിന്യൂസ് ആ. എക്സ് ഇസ് ഈക്വൽ ടു 1ൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1ൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരുന്നു, എക്സ് ഇസ് ഈക്വൽ ടു 1ൽ ഫംഗ്ഷന്റെ വാല്യൂ നോക്കുക, ഫംഗ്ഷന്റെ വാല്യൂ 10 ആയിരുന്നു. ഓക്കെ, 1ന് തൊട്ട് ഇങ്ങോട്ട് കടക്കുമ്പോഴേക്കും അതിന്റെ വാല്യൂ 9ലേക്ക് കടക്കും. കാരണം പി ഓഫ് എക്സിന്റെ വാല്യൂ 60ൽ താഴെ വരും. 60ൽ താഴെ വരുമ്പോൾ എന്തായി, പ്രശ്നം വന്നു, എന്തായി 9ലേക്ക് പോയി ഇൻറ്റിജർ വാല്യൂ. അപ്പൊ അഗെയിൻ ഇവിടെയും ഡിസ്കണ്ടിന്യൂറ്റി എവിടെയാണ്, ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം എൻ ഇസ് ഈക്വൽ ടു 5ഉം 6ഉം മാച്ച് ചെയ്യാനുള്ള സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അത് കെയർഫുൾ ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ 5ഓ 6ഓ മാർക്ക് ചെയ്ത് പോയാൽ തെറ്റിപ്പോവും. ഉൾഭാഗം മാത്രം നോക്കിയാൽ, ഉൾഭാഗത്ത് ഇൻറ്റിജർ വരുന്നില്ലല്ലോ മാത്രം ചെക്ക് ചെയ്താൽ പോരാ. എൻഡ് പോയിന്റുകളിലെ ഇൻറ്റിജർ വാല്യൂസിന് എന്ത് സംഭവിക്കുന്നു, അവിടെ വൺ സൈഡഡ് കണ്ടിന്യൂറ്റി ഉപയോഗിച്ച് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. കാരണം ഇത് ക്ലോസ്ഡ് ഇന്റർവൽ ആയതുകൊണ്ട്. ഓപ്പൺ ഇന്റർവൽ ആണെങ്കിൽ ഈ കൺഫ്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഞാൻ അടുത്ത നമ്പർ ചെക്ക് ചെയ്യാൻ പോണ്. എൻ ഇസ് ഈക്വൽ ടു 7 നോക്കുമ്പോൾ ഉള്ളിലെ ഇടയിൽ എന്ത് വരുന്നുണ്ട്, 56ൽ പ്രശ്നം വരുന്നുണ്ട്. 8 വരുമ്പോൾ 56ൽ പ്രശ്നം വരുന്നുണ്ട്. 9 വരുമ്പോൾ ഓക്കെയാണ്. 9 വരുമ്പോൾ എന്താണ്, എൻ ഇസ് ഈക്വൽ ടു 9 വരുമ്പോൾ എല്ലാം ഓക്കെയാണ്. കാരണം എൻ ഇസ് ഈക്വൽ ടു 9 വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്റീരിയർ പോയിന്റ്സോ അല്ലെങ്കിൽ എൻ പോയിന്റ്സിലോ ഒന്നും എന്ത് ചെയ്യില്ല, ഫംഗ്ഷൻ ഇന്റീരിയർ വാല്യൂസ് വരുന്നില്ല. എൻ ഇസ് ഈക്വൽ ടു 9ൽ 1 മുതൽ 2 ത്രൂ ഔട്ട് ഇത് എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പം 9 ആണ് അതിൻ്റെ മാച്ചിങ് ആൻസർ കേട്ടോ. അപ്പം 9 ആണ് ഇതിലെ കറക്റ്റ് മാച്ചിങ്. 5ഉം 6ഉം ഒന്നും അല്ല കേട്ടോ. അടുത്ത് നോക്കാം, ദ മിനിമം വാല്യൂ ഓഫ് എൻ. അത് ഭയങ്കര മൈൻഡിൽ തന്നെ ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നന്നായി കെയർഫുൾ ആയിട്ട് ചെയ്യണമെന്ന് മാത്രം. ദ മിനിമം വാല്യൂ ഓഫ് എൻ ഫോർ വിച്ച് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം ക്വാഡ്രാറ്റിക് ഇൻ എൻ ഇൻറ്റു എക്സ് ക്യൂ പ്ലസ് എക്സ് ഈസ് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. അത് ചെയ്യാലോ, അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് അവർ പറയുന്നത്. സോ നമുക്ക് ക്യൂ എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. ജി ഓഫ് എക്സ് അവർ തന്നിരിക്കുന്നത് 2n² മൈനസ് 13n മൈനസ് 15 ടൈംസ് എക്സ് ക്യൂബ് പ്ലസ് 3x ഇങ്ങനെ തന്നിരിക്കുക. 2n² മൈനസ് 13n മൈനസ് 15 ടൈംസ് എക്സ് ക്യൂബ് പ്ലസ് 3x തന്നിരിക്കുക. അപ്പോൾ ജി ഓഫ് എക്സ് നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താണ്, ജി ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പോവാം. ഇത് ഇൻക്രീസിങ് ആണല്ലോ പറയുക. അപ്പോൾ ജി ഡാഷ് എക്സ് എന്ന് പറഞ്ഞ സാധനം 2n² മൈനസ് 13n മൈനസ് 15 ടൈംസ് 3x² പ്ലസ് 3 ആണ്. അപ്പോൾ ഇതെപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, ഇത് പോസിറ്റീവ് ആയാൽ മതി. ഇപ്പോൾ 2n² മൈനസ് 13n മൈനസ് 15 ഹാസ് ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുത്തു. അപ്പോൾ 2n², ഇത് നമ്മൾ കെയർഫുള്ളി ഫാക്ടറൈസ് ചെയ്യാം. അത് നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ മൈനസ് 15n പ്ലസ് 2n മൈനസ് 15 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദിസ് ഇസ് 2n അല്ല,
n പുറത്തേക്ക് എടുക്കാമല്ലോ. n into 2n minus 15 plus 1 into 2n minus 15 is greater than or equal to 0. അപ്പോൾ this is n plus 1 into 2n minus 15 greater than or equal to 0 ആണ്. n നാച്ചുറൽ നമ്പർ ആണ്, ഇത് ഓൾറെഡി പോസിറ്റീവ് ആണ്. സോ ദിസ് ഹാസ് ടു ബി പോസിറ്റീവ് എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി. സോ 2n minus 15 ഹാസ് ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. n ഹാസ് ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7.5. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മിനിമം വാല്യൂ ഓഫ് n എത്രയാണ്, 8 ആയിരിക്കും. 8. So this is 8. അടുത്ത, the smallest natural number n for which is greater than 5 such that x is equal to 3 is a point of local minimum. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ, ഇവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് x² + 2x + 3. അത് എപ്പോഴും പോസിറ്റീവ് ആയ നമ്പർ ആണ്. ഈ x² - 9 ഹോൾ റേസ് ടു n ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ തന്നെ എഴുതാം. h of x എന്ന് പറഞ്ഞ സാധനം x² - 9 ഇൻറ്റു സം പോസിറ്റീവ് സാധനം. ഓക്കെ, ഇത് ഹോൾ റേസ് ടു n ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. ഓക്കെ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ 3 ഒരു ലോക്കൽ മിനിമം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ x is equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ h of 3 വാല്യൂ 0 ആണ് വരുന്നത്, 0 ആണ്. അപ്പോൾ n ഏതൊരു നാച്ചുറൽ നമ്പർ ആയിക്കോട്ടെ, x is equal to 3 അതെന്താണ്, 0 ആണ്. ഇനി 3ന്റെ ലെഫ്റ്റ് നൈബർഹുഡും റൈറ്റ് നൈബർഹുഡും ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്കവിടെ ലോക്കൽ മിനിമം ആണല്ലോ. ലെഫ്റ്റ് നൈബർഹുഡും റൈറ്റ് നൈബർഹുഡും പരിശോധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പറയാൻ പറ്റും. അപ്പോൾ 3ന്റെ റൈറ്റ് നൈബർഹുഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഈ x² എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഈ x² - 9 ഹോൾ റേസ് -9 എന്ന് പറഞ്ഞ സാധനം പോസിറ്റീവിലേക്കാണ് പോണേ. ഓക്കെ, ഹോൾ റേസ് ടു n പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അതെന്താണ്, പോസിറ്റീവ് നമ്പറിലേക്കാണ് ഈ സാധനം പോകുന്നത്. n പോസിറ്റീവ് നെഗറ്റീവ് അല്ല, n ഓഡ് ആയിക്കോട്ടെ ഈവൻ ആയിക്കോട്ടെ, ഈ x² - 9 എന്ന് പറഞ്ഞ സാധനം 3ന്റെ റൈറ്റ് നൈബർഹുഡിൽ പോസിറ്റീവ് ആയിരിക്കും. ഇനി x is equal to 3ന്റെ ലെഫ്റ്റ് നൈബർഹുഡ് എടുക്കുക. 3ന്റെ ലെഫ്റ്റ് നൈബർഹുഡ് എടുക്കുമ്പോൾ എന്താണ്, ഈ x² - 9 നെഗറ്റീവായി. അപ്പോൾ വ്യത്യാസം വരും. n ഓഡ് ആകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും, n ഈവൻ ആകുമ്പോൾ എന്താവും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ കാര്യം വളരെ സിമ്പിളാ. n ഒരു ഓഡ് നമ്പർ ആണെന്ന് വിചാരിച്ചോ. n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ഈ സാധനത്തിന് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഇതിന്റെ വാല്യൂ ഒരു നെഗറ്റീവിൽ നിന്ന് 0 വഴി പോസിറ്റീവിലേക്ക് പോകണം. അതായത് നെഗറ്റീവിൽ നിന്ന് 0 വഴി പോസിറ്റീവിലേക്ക് പോകണം. അപ്പോൾ അവിടെ ഒരു റൂട്ട് ഉണ്ടാവും, പക്ഷെ എന്തല്ല, അതൊരു ലോക്കൽ മിനിമം ഒന്നല്ല. എന്നാൽ ഇവിടെ ഈ എക്സ്പ്രഷൻ n is equal to ഈവൻ ആണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ, ഈ x² - 9 റേസ് ടു n എന്താണ്, പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് 0 വഴി പോവാണ്. അതായത് പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് 0 വഴി പോവാണ്. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് കാൽക്കുലേഷനോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഫംഗ്ഷൻ നോക്കിയാൽ ഫംഗ്ഷൻ്റെ നേച്ചർ നോക്കിയിട്ട് നമുക്കത് മനസ്സിലാവും. അപ്പോൾ n ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ h of x goes from നെഗറ്റീവ് ടു പോസിറ്റീവ് ത്രൂ 0, മേക്കിംഗ് എ റൂട്ട് ദർ. റൂട്ട് ഉണ്ട് അവിടെ, പക്ഷെ അതെന്തല്ല, ഒരു ലോക്കൽ മിനിമം അല്ല. ഇനി n ഈവൻ ആവുന്ന സമയത്ത് യുവർ h of x, നമ്മൾ തന്നിരിക്കുന്ന h of x goes from പോസിറ്റീവ് ടു പോസിറ്റീവ്. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു ലോക്കൽ മിനിമം ഉണ്ടാക്കുന്നുണ്ട്. ത്രൂ 0 ആണ് പോകുന്നത്, 0 ഒരു ലോക്കൽ മിനിമം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ലോക്കൽ മിനിമം ഉണ്ടാവണമെങ്കിൽ n എന്തായിരിക്കണം, ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. ഓക്കെ, ആ കാര്യമുള്ളൂ. ഇല്ല, അവിടെ ഒരു ഈവൻ നമ്പർ ആവണം എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ n ഗ്രേറ്റർ ദാൻ 5 ആവണ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ, അത് 6 ആയിരിക്കും. ഓക്കെ, സോ 6 മാച്ച് ചെയ്യുന്ന എന്തിലേക്കാണ്, 6ലേക്കാണ്. ഓക്കെ, 6 ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് x0 ബിലോങ്ങിങ് ടു R സച്ച് ദാറ്റ് L of x is equal to summation sin of modulus of x minus k plus cos of modulus of something is not differentiable. അതൊരു വിഷമമില്ല, കാരണം cos of mod x എന്ന് പറഞ്ഞാൽ cos x തന്നെ. അപ്പോൾ ഇത് ഒരിക്കലും നോൺ ഡിഫറൻഷ്യബിലിറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യൂല. ഓക്കെ, ഇത് നോൺ ഡിഫറൻഷ്യബിലിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. ഇനി ഇവിടെ നമുക്കുള്ളത് ടേമുകൾ എന്തൊക്കെയാ, സൈൻ ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം സൈൻ മോഡ് എക്സ് നോൺ ഡിഫറൻഷ്യബിൾ, ഓൾറെഡി അറിയാവുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. സൈൻ മോഡ് എക്സ് നോൺ ഡിഫറൻഷ്യബിൾ ആണ് x is equal to 0. സൈൻ മോഡ് x - 1 നോൺ ഡിഫറൻഷ്യബിൾ ആണ് x is equal to 1. സൈൻ മോഡ് x - 2 നോൺ ഡിഫറൻഷ്യബിൾ ആണ് x is equal to 2. അങ്ങനെ x is equal to 4 വരെ പോകാൻ പറ്റും. ഈ പോയിന്റുകളിലൊക്കെ എന്താണ്, നോൺ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ വെറുതെ സിമ്പിൾ സൈൻ ഓഫ് മോഡ് എക്സ് ആയതുകൊണ്ടാണ് കേട്ടോ. പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. ഇത് വളരെ സിമ്പിൾ ടേം ആണ്, സൈൻ ഓഫ് മോഡ് ഓഫ് x മൈനസ് കെ. അപ്പോൾ k is equal to 0 മുതൽ ഒരു 4 വരെ തന്നിട്ടുണ്ട്. ഈ 5 പോയിന്റുകളിലും അതെന്താണ്, നോൺ ഡിഫറൻഷ്യബിൾ ആണ്. ഇപ്പോൾ നമ്പർ ഓഫ് x0 വേർ ദിസ് ഇസ് നോൺ ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ,
സോ ഇത് 5 ആണ് ഇതിൻ്റെ ആൻസർ. റൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. പി മാച്ച് ചെയ്യുന്നത് 2ലേക്കാണ്. അതുപോലെ ക്യൂ മാച്ച് ചെയ്യുന്നത് 1ലേക്കാണ്. R മാച്ച് ചെയ്യുന്നത് 4ലേക്കാണ്. S മാച്ച് ചെയ്യുന്നത് 3ലേക്കാണ്. ബി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഒരു വിഷമമല്ല.